ജോമോൻ സെബാസ്റ്റ്യൻ എഴുതിയ എന്റെ വഴിയോരക്കാഴ്ചകൾ എന്ന പുസ്തകം വായനക്കാരിലേക്ക്. കോളിക്കടവ് ചീങ്ങാകുണ്ടം ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എഴുത്തുകാരൻ ബാബുരാജ് അയ്യല്ലൂർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കെ നാണുമാസ്റ്റർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു. പായം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ്, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രഞ്ജിത്ത് കമൽ, പഞ്ചായത്ത് അംഗം കെ ഷൈബു എന്നിവർ സംസാരിച്ചു. മഴയത്തു മുൻപേ എന്ന പേരിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. അത്ര മഹത്തായ നോവലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാവർക്കും ഞാൻ പറയുകയുള്ളൂ. അതിലെ വികാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അത് സംസ്കരിക്കാത്ത വികാരം കുറച്ചൊക്കെ അതിൽ ഇട്ടുതാൻ. അപ്പോ ഒരു ഉന്നതമായ ജീവിതത്തെ ചിത്രീകരിച്ചതുകൊണ്ടല്ല, അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ എഴുതിയതുകൊണ്ടാണ് ബെന്യാമിന്റെ ആടുജീവിതം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായിട്ട് തോന്നിയത്. ഒരാൾക്ക് പൊള്ളിപ്പോകുന്ന പോലത്തെ അനുഭവം ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഞാന് ബെന്യാമിന് ആ നോവൽ എഴുതിയിട്ട് ഒരു കത്തെഴുതി. ആ കത്തിൽ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട എഴുത്തുകാരാ, നിങ്ങളെന്നെ തീയാളുന്ന അടുപ്പിൽ കയറ്റി നിർത്തിക്കളഞ്ഞല്ലോ എന്നാണ്. തീയാളുന്ന അടുപ്പിൽ കയറി ഇന്നത് വലിയ പ്രശ്നമില്ല, പക്ഷെ തീയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ അടുപ്പില് ഒരാളെ കയറ്റിയിരുത്തിയാൽ എന്തായിരിക്കും അയാളുടെ അനുഭവം? അത്തരത്തിൽ തീവ്രമായ അനുഭവങ്ങളെ, നമ്മളെ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ പകർത്തി വെക്കുക എന്നുള്ളത് വളരെ പ്രതിഭയുള്ള എഴുത്തുകാർക്ക് മാത്രം കഴിയുന്നതാണ്. ഏജന്റ് ന്യൂസ്.